ഈ വീട്ടിലെ എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോലില്ലേ? നിങ്ങളടക്കം ആരെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് എന്നോട് പറയാറുണ്ടോ? അല്ല, ഈ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ കുടുംബത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളൂ? ഈ കുടുംബത്തിലുള്ള ആർക്കും അത് ബാധകമല്ലേ? സന്ധ്യ വല്ലാണ്ട് ബോറടിക്കുന്നുണ്ടേ. ഇന്ന് കാപ്പാട് വീശി പോയാലോ? എനിക്ക് കുറച്ച് പണിയുണ്ട് ഏട്ടാ. നമുക്ക് വേറൊരു ദിവസം പോയാ പോരെ? ഇപ്പൊ ബോറടിക്കുന്നതിന് പിന്നെ എപ്പോഴെങ്കിലും പോയാൽ മതിയോ? ഒന്ന് വാടി. കറിക്ക് തിരുമ്മി വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ രാത്രി എന്താക്കും? അതൊക്കെ അമ്മ വെച്ചോളൂ, നീ ഒന്ന് വാ. സന്ധ്യ ഒന്ന് വേഗം ഇറങ്ങേ. അച്ഛനോട് പറഞ്ഞോ? ആ, അച്ഛനോട് ഞാൻ പറഞ്ഞു. അമ്മയോടോ? അമ്മ ഇവിടെ ഇല്ല, കുടുംബശ്രീക്ക് പോയിരിക്കുക. ഓ, കുടുംബശ്രീക്ക് പോയതാ. അമ്മ ഫോൺ എടുത്തിട്ടുണ്ടോ? ഫോൺ എടുത്തിട്ടില്ല, അവിടെ ടേബിളിലുണ്ടായിരുന്നു. ഇന്ന് ആരെ വീട്ടിലെ കുടുംബശ്രീ എന്നറിയോ? ലതീശിന്റെ വീട്ടിലാ. എന്നൊരു കാര്യം ചെയ്യ്, നീ ലതീശ വീട്ടിൽ പോയിട്ട് അമ്മനോട് പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ കാർ തിരിച്ചിടാം. ഫോൺ ചെയ്യാനാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ? എടാ, നീ പരമാവധി ഓണത്തിന് വരാൻ നോക്ക്. നമ്മുടെ ക്ലബിലെ ഗംഭീര പരിപാടി നടത്താൻ പോവാ. പിന്നല്ല കമ്പവലിയില്ലാത്ത ഓണോ? നീ എങ്ങനെ ചോദിച്ചിട്ട് വാടാ നിന്റെ ആ അറബിനോട്. ആ ശരി ശരി. ആ ഏട്ടാ, വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ? ഇപ്പൊ കഴിക്കാനോ? ഈ വീട്ടിൽ അമ്മ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാലേ. ഇവിടെ കഴിച്ചാൽ പിന്നെ വീട്ടിൽ പോയി കഴിക്കാൻ പറ്റില്ല. ഒറ്റ മിനിറ്റ്, എനിക്ക് ഓണപ്പരിപാടി 2-3 കോള് കൂടി ചെയ്യാനുണ്ട്. അച്ഛനമ്മയൊക്കെ ഉറങ്ങിയോ? കുഞ്ഞൊന്നും കഴിച്ചില്ലല്ലോ? എവിടെ കഴിക്കേ? ഉറക്കം വന്നോണ്ടാ കരഞ്ഞോണ്ടിരുന്നത്. ഇവിടെ എത്തിയത് ഉറങ്ങിപ്പോയി. അത് സാരല്ല, രാത്രി എണിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാൻ കഴിക്കെടുക്ക്, വിശക്കുന്നു. അയ്യോ, അമ്മ ചിക്കൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. കുറച്ച് ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, അത് പോരെ? ഈ അമ്മ എന്ത് പണി കാണിച്ച്? വിളിച്ചു പറയുകയാണെങ്കിൽ പിന്നെ പുറത്ത് കഴിച്ചിട്ട് വല്ലേതോ? എടാ, ഉരുളക്കിഴങ്ങ് കറിയൊന്നും എനിക്ക് പറ്റില്ല. ഇതൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് ചിക്കൻ വെക്കി. ഛേ,
കഴിച്ചിട്ടൊന്ന് പ്ലേറ്റ് കഴുകി വെക്കണേ. അല്ല അപ്പൊ നീ കഴിക്കുന്നില്ലേ? എനിക്ക് നല്ല തലവേദന. 10:30 കിടക്കട്ടെ, 5 മണിക്ക് എണീക്കാനുള്ളതാ. അല്ല നീ എവിടെ പോവാ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ജോലിക്കാരി അന്വേഷിക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. ഇന്നലെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാനിവിടെ നിക്കുന്നുണ്ടല്ലേ. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ പോവേ? അല്ല നീ അമ്മയോട് പറഞ്ഞോ? ഇല്ല. ഇല്ലാന്നോ? അപ്പൊ അച്ഛനോടോ? ഇല്ല. അല്ലടി, ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ എല്ലാവരോടും പറഞ്ഞിട്ട് വേണ്ടേ പോവേ? നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചാ? ഈ വീട്ടിൽ നിന്ന്. ഈ വീട്ടിൽ നിന്നോ? അല്ലടി, നിനക്ക് എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, ഈ വീട്ടിലുള്ളവർക്കാ. ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എത്ര ബഹുമാനം കൊടുക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ കൂടിട്ടാ എന്നെ ഇപ്പൊ എന്നെ മാറ്റിയത്. എന്തായാലും പറയാണ്ടേ തെളിച്ചു പറയടേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കിപ്പൊ എന്റെ വീട്ടിൽ പോണെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരോടും പെർമിഷൻ ചോദിക്കണ്ടേ? ഇനിയിപ്പൊ അഥവാ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ? ഇപ്പൊ പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് പോണോ? നാളെ പോയാൽ പോരെ? ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇനി അഥവാ പോയാൽ തന്നെ നീ അവിടെ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ വരണം, നീ ഇല്ലെങ്കിൽ ഇവിടെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 100 അഭിപ്രായങ്ങളായിരിക്കില്ലേ പറയാ? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? പറഞ്ഞല്ലോ, പറയിപ്പിച്ചല്ലേ. എന്തു പറയിപ്പിച്ചെന്ന്? ഈ വീട്ടിലെ എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോലില്ലേ? നിങ്ങളടക്കം ആരെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് എന്നോട് പറയാറുണ്ടോ? ഇല്ല ഏട്ടാ, ഈ വീട്ടിലെ റൂൾസ് ഒക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ ഗേറ്റിന്റെ പുറത്ത് കിടക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പെർമിഷൻ ചോദിക്കണ്ടേ? നിങ്ങൾ പറയും അച്ഛനോട് ചോദിക്കാൻ, അച്ഛൻ പറയും അമ്മനോട് ചോദിക്കാൻ. ഇനിയിപ്പോ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അവരൊക്കെ എവിടെയാണോ അവിടെ പോയി ചോദിക്കാൻ പറയും. നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ പുറത്തു പോകണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരണം, നിങ്ങളുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം. എല്ലാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാള് എന്റെ ഇഷ്ടം എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരു കുടുംബം ആകുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, ഈ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ കുടുംബത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളൂ? ഈ കുടുംബത്തിലുള്ള ആർക്കും അത് ബാധകമല്ലേ? ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വന്നു കയറുന്ന പെണ്ണുങ്ങൾ തന്നെയല്ലേ ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ മനസ്സിലാക്കി തന്നില്ലേ? ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.